ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി മദ്യപിച്ചു വന്ന് ഓരോന്നും വിളിച്ചു പറയുന്നത് കേട്ടിട്ട് രേവതിക്ക് വല്ലാതെ ദേഷ്യം വരും. രേവതി സഹിക്കെട്ട് അച്ഛനെ വിളിക്കാൻ നോക്കുമ്പോൾ സച്ചി തടയുന്നുണ്ട്. നിക്കടി അവിടെ, എൻ്റെ അച്ഛൻ സമാധാനത്തോടെ ഇറങ്ങുന്നത് കണ്ടിട്ട് നിനക്ക് എന്താ പിടിക്കുന്നില്ലേ? ആദ്യം നീ എൻ്റെ സമാധാനം കളഞ്ഞു, ഇനി അച്ഛൻ്റെ കൂടെ സമാധാനം കളയാൻ പോവാണോ എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് സച്ചി ദേഷ്യപ്പെടും. ആരെയും വിളിക്കണ്ട, ഇനി നീ പറയുന്നത് ഞാൻ കേൾക്കില്ല, ഞാൻ പറയുന്നത് നീയും കേൾക്കണ്ട എന്നൊക്കെ സച്ചി വല്ലാതെ അങ്ങ് തറപ്പിച്ച് പറയും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? തെറ്റ് ചെയ്തത് ഞാനല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ അപ്പോൾ നീയും കുടിക്കാൻ പോവാണോ എന്ന പരിഹാസമാണ് സച്ചിക്ക്. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്, എന്തെങ്കിലും കഴിക്കാൻ ഞാൻ എടുത്തു വെക്കാമെന്ന് പറഞ്ഞ് രേവതി അടുക്കളയിലേക്ക് പോകുമ്പോൾ സച്ചി തടഞ്ഞു. രേവതി, എനിക്കിനി നിന്റെ കൈകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാക്കിയതൊന്നും തന്നെ വേണ്ട, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇനി ഒന്നും വാങ്ങി കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ട് അവിടെ ആകെ ബഹളം വെക്കുകയാണ്. ചന്ദ്രമതി ഇതൊക്കെ തന്നെ നോക്കി നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വാക്ക് കേൾക്കാതെ നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ട, അതൊക്കെ നീ കൊണ്ടുപോയി നിന്റെ അനിയന് കൊണ്ടുപോയി കൊടുത്തൂടെ? അവനല്ലേ നിനക്കിപ്പോൾ ഉത്തമപുത്രൻ, നീ വലിയ സ്നേഹമുള്ള ചേച്ചിയല്ലേ, എനിക്ക് ആരുമില്ല, ഇതാണ് എൻ്റെ വിധി എന്നൊക്കെ പുലമ്പിക്കൊണ്ട് തന്നെ സച്ചി ബോധമില്ലാതെ അവിടെ അങ്ങോട്ടേക്ക് കിടന്നുറങ്ങാണ്. ഉറക്കത്തിൽ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് സച്ചി കിടക്കുന്നത് കണ്ടിട്ട് രേവതിക്ക് വല്ലാതെ വിഷമം വരുന്നുണ്ട്. ചന്ദ്രമതി അപ്പോഴും രേവതിയുടെ മുന്നിലേക്ക് വന്ന് കളിയാക്കി ചിരിച്ചു നിൽക്കുകയാണ്. ഇപ്പം അമ്മക്ക് സമാധാനമായോ, സന്തോഷമായോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ചന്ദ്രമതി വിട്ടുകൊടുക്കുന്നില്ല. ഏയ്, ഞാൻ ഇതിലും കൂടുതൽ എന്തോ പ്രതീക്ഷിച്ചു, എന്നാലും കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും അവന് നിന്റെ സ്വഭാവം മനസ്സിലാക്കിയല്ലോ. കുറച്ചു നാൾ കുടിക്കാതെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനത് എന്തു പറ്റിയെന്ന്, ഇപ്പം എനിക്ക് സമാധാനമായി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു കൊടുത്തിട്ട് ചന്ദ്രമതി അവിടെ നിന്നും പോവാൻ നോക്കും. മകൻ കുടിച്ചു വരുന്നത് കണ്ട് സന്തോഷിക്കുന്ന ആദ്യത്തെ അമ്മ നിങ്ങളായിരിക്കും. ഇതുപോലൊരമ്മയെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് രേവതി സങ്കടം പറയുമ്പോൾ ഇതിനെല്ലാം കാരണക്കാരി നീ അടി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ ചിരിച്ചുകൊണ്ട് അങ്ങ് കളിയാക്കാണ്. എന്നിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവും. രേവതിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ രവീന്ദ്രൻ നടത്തം കഴിഞ്ഞ് വരുമ്പോഴേക്കും സച്ചി ഇതുവരെയായിട്ടും എഴുന്നേറ്റിട്ടില്ല. അവൻ എപ്പോഴാ മോളെ രാത്രി വന്നത് എന്ന് രവീന്ദ്രൻ രേവതിയോട് ചോദിച്ചു. അച്ഛൻ ഉറങ്ങാൻ പോയി കഴിഞ്ഞ് ഉടനെ തന്നെ എത്തിയതാണെന്ന് രേവതി നുണ പറയുന്നുണ്ട്. അപ്പോഴാണ് രവീന്ദ്രൻ പറയുന്നത് എനിക്കിപ്പോഴാ മോളെ ഒരു സമാധാനമായത്. നിങ്ങളുടെ കല്യാണത്തിന് മുൻപേ എപ്പോഴും രാത്രി ഞാൻ ഇവിടെ കാവലിരിക്കുമായിരുന്നു. ഇവൻ ഏത് കോലത്തിലാണ് വരുന്നത്, എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ പേടിച്ചിട്ട്. പക്ഷേ ഇപ്പം എനിക്ക് സമാധാനമായി. കല്യാണത്തിന് ശേഷം അങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഇതിനെല്ലാം കാരണക്കാരി നീയാണ് മോളെ. നീ വന്നു കയറിയതിൻ്റെ ഐശ്വര്യമാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ രേവതിയെ വല്ലാതെ പുകഴ്ത്തി സംസാരിക്കുകയാണ്. സച്ചി ഇന്നലെ രാത്രി ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും തന്നെ രവീന്ദ്രൻ അറിഞ്ഞിരുന്നില്ല. രേവതി പറയുന്നുമില്ല. അപ്പോഴാണ് സച്ചി പെട്ടെന്നങ്ങ് ചാടി എഴുന്നേൽക്കുന്നത്. അച്ഛൻ അവിടെ ഇരിക്കുന്നത് കണ്ട് സച്ചി വേഗം മുഖമൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്നും അറിയാത്തതുപോലെ അച്ഛൻ്റെ മുന്നിലൂടെ അങ്ങ് നടന്നു പോവും. നീ ഇന്നലെ എപ്പോഴാടാ വന്നത് സച്ചി? ലേറ്റായോ? ഓട്ടോ ഉണ്ടായിരുന്നോ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അച്ഛാ, ഓട്ടോ ഉണ്ടായിരുന്നു, കുറച്ച് താമസിച്ചു പോയി എന്ന് സച്ചി മറുപടി പറഞ്ഞു. ശരി, നീ പോയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വാ, ചായ കുടിക്കുക എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ രേവതി കോഫി കൊണ്ടുവരുന്നു. സച്ചിയേട്ടാ, കോഫി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് സച്ചി പരുഷമായി തന്നെ പറഞ്ഞു. എന്നാൽ ചായ എടുക്കട്ടെ എന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചിക്കങ്ങ് ദേഷ്യം വരാണ്. ഭർത്താക്കന്മാരുടെ വാക്ക് കേൾക്കാതെ ഭാര്യമാരുണ്ടെങ്കിൽ രാവിലെ കോഫിയുമല്ല ചായയുമല്ല തരേണ്ടത്, പകരം കള്ളുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് വെച്ചാൽ മതിയെന്ന് സച്ചി ദേഷ്യത്തോടെ പറയും. രേവതിക്ക് അത് കേട്ടപ്പോൾ ആകെ വിഷമം വരുന്നുണ്ട്. നീ എന്താ ചായ കുടിക്കുന്നില്ലേ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ കുളിച്ച് വന്നിട്ട് കുടിക്കാമച്ചാ എന്ന് സച്ചി മറുപടി നൽകി. അങ്ങനെ സച്ചി അവിടെ നിന്നങ്ങ് പോവാണ്. അപ്പോഴാണ് രേവതി ഒരു ബുദ്ധി പ്രയോഗിക്കുന്നത്. മുറിയിൽ സച്ചി വെച്ചിരിക്കുന്ന കാറിൻ്റെ താക്കോലെടുത്ത് രേവതി ഒളിപ്പിച്ചു വെച്ചു. സച്ചിയേട്ടനെ ഇന്ന് ഞാൻ തന്നെ ശരിയാക്കി തരാമെന്ന് മനസ്സിൽ പറഞ്ഞു. രേവതി അങ്ങനെ ആ ഒരു ചാവി അവിടെ നിന്നങ്ങ് മാറ്റിവെക്കുകയാണ്. കുളി കഴിഞ്ഞ് റെഡിയായി വന്ന സച്ചി താക്കോല് കാണാതെ ആകെ തപ്പി നടക്കുകയാണ്. സച്ചിയോട് എന്താ തപ്പുന്നത് എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ കാറിൻ്റെ താക്കോൽ എവിടെയോ വെച്ച് മറന്നുപോയി എന്ന് സച്ചി മറുപടി പറഞ്ഞു. എപ്പോഴും വെക്കുന്നിടത്ത് നോക്കാൻ അച്ഛൻ പറയുമ്പോൾ അവിടെയൊന്നുമില്ല എന്ന് സച്ചി വിഷമിച്ച് പറയാണ്. രാത്രി നിനക്ക് ബോധമുണ്ടായിരുന്നില്ലേ എന്ന് രവീന്ദ്രൻ സംശയത്തോട് ചോദിക്കുമ്പോൾ സച്ചി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. സച്ചി മിണ്ടാതിരിക്കുന്നത് കണ്ട് ചന്ദ്രമതി ഇടയ്ക്ക് കയറുന്നുണ്ട്. ഇവൻ എവിടെയാ ബോധമുണ്ടാവാനേ? എപ്പോഴത്തെയും പോലെ ഇന്നലെ രാത്രി ഫുള്ള് ഒച്ചപ്പാട് ബഹളമായിരുന്നല്ലോ. കുടിച്ച് ലെക്ക് കെട്ട് വന്നിരിക്കുന്നു എന്നെല്ലാം ചന്ദ്രമതി അങ്ങ് വിളിച്ചു പറയും. രവീന്ദ്രൻ രേവതിയെ വിളിച്ചു. രേവതി, നീ ഇങ്ങോട്ടേക്കൊന്ന് വന്നേ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ രേവതിയോട് സത്യം തിരക്കുന്നു. രാത്രി ഇവൻ എങ്ങനെയാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കും സച്ചിക്കും മറുപടിയൊന്നുമില്ല. ചന്ദ്രമതി പിന്നെയും പറഞ്ഞു, എങ്ങനെ വരാൻ? എപ്പോഴത്തെയും പോലെ കാല് തറയിൽ മുട്ടാതെ പറന്നാണ് വന്നത്. ആടി ആടി കാല് എവിടെ കുത്തണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു. രവീന്ദ്രൻ സച്ചിയോട് അന്നേരം ദേഷ്യപ്പെട്ടങ്ങ് പൊട്ടിത്തെറിക്കാണ്. നീ ഇന്നലെ കുടിച്ചാണോടാ വന്നത് സച്ചി എന്ന് ചോദിക്കുമ്പോൾ സച്ചി ഇല്ലെന്ന് ഒതുക്കി പറഞ്ഞു.
നിന്നെക്കുറിച്ചൊക്കെ എനിക്കറിയാം. കുറച്ചുനാൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇത്ര പ്രാവശ്യം പറഞ്ഞാലും നീ നന്നാകുന്നില്ലല്ലോ. കുടിക്കില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും കുടിച്ചു വന്നിരിക്കുന്നു. താക്കോൽ മറന്നു വെക്കുന്ന രീതിയിൽ വരെ നീ കുടിച്ചല്ലോടാ സച്ചി. എനിക്ക് മനസ്സിലായി നിന്റെ അവസ്ഥ. ഇനി മേല നീ കുടിച്ചു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ പടി അങ്ങ് ചവിട്ടിക്കയറരുത്. അങ്ങനെയാണെങ്കിൽ പുറത്തെവിടെയെങ്കിലും അങ്ങ് കിടന്നോളണം എന്ന് ദേഷ്യത്തോടു കൂടി തന്നെ പറയാണ് രവീന്ദ്രൻ. എന്നിട്ട് രേവതിയോട് പറയുന്നത്, രേവതി മോളെ, നീ വേണം ഇനി ഇവനെ തിരുത്താൻ. അവൻ കുടിച്ചു വന്ന അത് പാടില്ലെന്ന് നീ പറയണം. അപ്പോഴാണ് ചന്ദ്രമതിയുടെ പരിഹാസം വരുന്നത്. ആര് പറഞ്ഞു തിരുത്താനാണ്? ഇവനെ തിരുത്താനോ? ഇവൻ ഇങ്ങനെ കുടിച്ചു പോയാൽ അത്രയും സന്തോഷമെന്നാണ് ഇവൾ കരുതുന്നത്. അവൻ കുടിച്ചു വന്നാലല്ലേ അവൾക്ക് വിചാരിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ രവീന്ദ്രന് നന്നായിട്ട് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എടി ചന്ദ്രേ, നിന്നോട് ഞാൻ ചോദിച്ചോ, നീ മിണ്ടാതിരിക്കുകയെന്ന് അച്ഛൻ ശകാരിച്ചു. എന്നിട്ട് രേവതിയോട് പറയുന്നത്, രേവതി, ഇനി ഇവൻ കുടിച്ചിട്ട് വന്നാൽ അന്ന് നീ വാതിൽ തുറന്നു കൊടുക്കേണ്ട, പൂട്ടി തന്നെ അങ്ങ് ഇട്ടോ. അവൻ പുറത്ത് കിടക്കട്ടെ. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇനി ചെയ്യും. സച്ചിയേട്ടൻ കുടിച്ചു വന്ന വീട്ടിൽ കയറ്റില്ല എന്ന് രേവതി ഉറപ്പിച്ചു പറഞ്ഞു. താക്കോൽ ഞാൻ നോക്കിത്തരാമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ രേവതി നേരെ അടുക്കളയിലേക്ക് പോയി ചിരിക്കാണ്. തൻ്റെ പ്ലാൻ ഏതായാലും വിജയിച്ചല്ലോ. സച്ചിക്ക് നല്ല ചീത്ത കിട്ടിയല്ലോ എന്ന സന്തോഷത്തിലാണ് രേവതി. ഒളിപ്പിച്ചു വെച്ച താക്കോലുമായി വന്ന് അച്ഛാ, താക്കോൽ കിട്ടിയെന്ന് അവൾ പറഞ്ഞു. സച്ചിയേട്ടൻ രാത്രി അടുക്കളയിൽ വന്നിരുന്നു എന്ന് തോന്നുന്നു. അവിടെ മറന്നു വെച്ചതാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു താക്കോലെടുത്ത് കൊടുക്കും. രാത്രി അടുക്കളയിലൊന്നും വന്നില്ലല്ലോ എന്ന് സച്ചി പറയുമ്പോൾ രവീന്ദ്രൻ വീണ്ടും പരിഹസിക്കുന്നു. നിനക്കപ്പോൾ ബോധം പോലും ഉണ്ടായിരുന്നില്ലല്ലോ സച്ചി. ഇന്ന് താക്കോൽ മറന്നു, നാളെ നീ കാർ തന്നെ മറന്നു പോകും. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് രവീന്ദ്രൻ ദേഷ്യപ്പെടാണ്. സച്ചി ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് ചെന്ന് രേവതിയെ ചീത്ത വിളിച്ചു. നീ എന്താടി കളിക്കുവാണോ? രാത്രി ഞാൻ അത്ര ബോധമില്ലാതെയൊന്നുമല്ല വന്നത്. നടന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മ. നീ വിളിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ കിടന്നു. അല്ലാതെ ഞാൻ ഈ ഭാഗത്തേക്ക് പോലും വന്നിട്ടില്ല. നീ മനഃപൂർവ്വം അച്ഛനെ അറിയിക്കാൻ വേണ്ടി ചെയ്തതല്ലേ ഇങ്ങനെയൊക്കെ എന്ന് സച്ചി ചോദിക്കാണ്. നിങ്ങൾ ഇനി കുടിച്ചു വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് രേവതി മറുപടി പറയും. നിങ്ങളുടെ ആരോഗ്യത്തിന് ഇത് കേടാണ്, രേവതി ദേഷ്യത്തോടെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ തന്നെ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, പിന്നെ എനിക്കെന്ത് ആരോഗ്യം? പോകുന്നെങ്കിൽ അങ്ങ് പോകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി ദേഷ്യപ്പെട്ട് ടാക്സി സ്റ്റാൻഡിലേക്ക് പോവാണ്. അവിടെ വിഷമിച്ചിരിക്കുന്ന സച്ചിയോട് മഹേഷ് വന്നിട്ട് വിശേഷം ചോദിച്ചു. നീ എന്താടാ ഇന്ന് ഓട്ടോ ഒന്നും എടുക്കാതിരിക്കുന്നത്? നിനക്ക് എന്ത് പറ്റിയടാ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഓട്ടോ വന്നെങ്കിലും ഞാൻ എടുക്കുന്നില്ലെന്ന് സച്ചി പറഞ്ഞു. സച്ചി ആണെങ്കിൽ ഒരു ഓട്ടം പോലും മിസ്സാക്കാത്ത ആളല്ലേ, ആ മുറി പണിയാൻ വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ സച്ചി നിരാശയോടെ പറഞ്ഞു. എന്തിനു മുറി പണിയണം? അവൾ പറയുന്നത് ഞാൻ നിറവേറ്റാൻ ഓടി നടക്കുന്നു. പക്ഷേ അവൾ ഞാൻ പറയുന്ന വാക്ക് പോലും കേൾക്കുന്നില്ല. ശരത്തിൻ്റെ കാര്യം ഓർത്തുകൊണ്ടാണോ നീ ഈ വിഷമിക്കുന്നത്? അവൻ്റെ ബർത്ത്ഡേക്ക് അവൾ ചേച്ചിയല്ലേ ഒന്ന് കാണാൻ പോയതിന് ഇത്ര മാത്രം പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ എന്ന് മഹേഷ് ചോദിക്കാണ്. അവൻ കാണിച്ചു കൂട്ടുന്നത് നിനക്കറിയാമല്ലോ മഹേഷേ. ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ടും അവൾ എൻ്റെ വാക്കെല്ലാം ധിക്കരിച്ചു കൊണ്ടതിന് അങ്ങോട്ടേക്ക് പോയി. എനിക്കൊരു വിലയും തന്നില്ല. അപ്പോൾ പിന്നെ അവൾ പറയുന്നത് ഞാൻ എന്തിന് വില കൊടുക്കണമെന്നൊക്കെ സച്ചി ദേഷ്യപ്പെട്ട് ചോദിക്കാണ്. അന്നേരം മഹേഷ് സച്ചിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ദേഷ്യം മാറ്റിവെച്ച് ട്രിപ്പ് എടുക്കാൻ പറഞ്ഞു. ആ സമയത്താണ് ദേവും അമ്മയും അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി അവരെ കണ്ട് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ മഹേഷ് തടഞ്ഞു. സച്ചിയേട്ടാ, ഞാൻ വിളിച്ചിട്ടെന്താ ഫോൺ എടുക്കാത്തത് എന്ന് ദേവു ചോദിക്കുമ്പോൾ കണ്ടില്ലെന്ന് സച്ചി പറഞ്ഞു. അമ്മ പണിക്ക് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്നോട് കുറച്ച് സംസാരിച്ചിട്ട് പോവാമെന്ന് കരുതി വന്നതാണെന്ന് പറയാണ് ലക്ഷ്മി അമ്മ. രേവതി പറഞ്ഞിട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല മോനെ, അവളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അമ്മ പറയുന്നു. സച്ചിയുടെ ദേഷ്യം തന്നോടാണോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഞാനൊരു സാധാരണ ഡ്രൈവറല്ലേ, ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത്? സച്ചി പരിഹാസത്തോടെ ചോദിച്ചു. നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവും മോനെ. ശരത്തിന് അവളില്ലെങ്കിൽ ഒരു സന്തോഷവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് രേവതി മോൾ അങ്ങോട്ടേക്ക് വന്നത്. സച്ചിക്ക് അതൊന്നും കേട്ടിട്ട് ദേഷ്യം മാറുന്നില്ല. അനിയൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൾ പോയി. ഭർത്താവിൻ്റെ വാക്കിന് ഒരു വിലയുമില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അമ്മ സച്ചിയോട് മാപ്പ് ചോദിക്കുന്നു. അമ്മ ഇങ്ങനെ വിഷമിക്കേണ്ട, നിങ്ങളെ വീട്ടിലെ ഒരു പരിപാടിക്ക് ഞാൻ അവളെ വിലക്കാറുണ്ടോ? ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതിൽ അതിന് എനിക്ക് വല്ല കാരണവും കാണില്ലേ എന്ന് സച്ചി ചോദിക്കുന്നു. ആ ശരത്ത് ഇപ്പോഴും ആൻ്റണിയുടെ കൂടെ റൗഡിത്തരം കാണിച്ച് നടക്കുകയാണ്. നിങ്ങൾ ഇതൊന്നും കാണാതെ അവൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നു. ഇതൊന്നും പറഞ്ഞിട്ട് രേവതിക്ക് മനസ്സിലാവുന്നില്ല. സച്ചി തൻ്റെ വിഷമമെല്ലാം തന്നെ അമ്മയോടും ദേവുവിനോടും പറഞ്ഞു. ശരത്ത് ചെറിയ പയ്യനല്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോൾ സച്ചിക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വരികയാണ്. അവൻ ചെറിയ പയ്യനോ? അവൻ ചെയ്യാത്ത പ്രവൃത്തികളൊന്നുമില്ല അമ്മേ. എന്നെ അവൻ ഒരു വിലയും തരുന്നില്ല. എനിക്ക് വിലയില്ലാത്ത ഒരിടത്തേക്ക് ഞാൻ പോകുന്നത് ശരിയാണോ? എൻ്റെ ഭാര്യ അങ്ങോട്ടേക്ക് പോകുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കാണ് സച്ചി. നിങ്ങളുടെ മകൻ സച്ചിയെ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ബുദ്ധിയില്ലാതെ അവൻ ഓരോന്ന് പറയുകയാണെന്ന് അമ്മ പറഞ്ഞു. സച്ചിക്ക് പിന്നെയും അങ്ങ് സങ്കടം വരികയാണ്. രേവതിയോട് ദേഷ്യം കാണിക്കല്ലേ മോനെ എന്ന് അമ്മ പറയുമ്പോൾ അവൾക്ക് ഇപ്പോൾ അനിയനല്ലേ പ്രധാനമെന്ന് സച്ചി മറുപടി നൽകി.
രേവതി ചേച്ചിക്ക് സച്ചിയേട്ടൻ ജീവനാണ് എന്നൊക്കെ ദേവു പറയുമ്പോൾ സച്ചി അതൊന്നും വിശ്വസിക്കുന്നില്ല. ഒരാൾക്ക് ഒരാളോടുള്ള ഇഷ്ടം വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാണിക്കേണ്ടതെന്ന് സച്ചി ഇമോഷണലായി തന്നെ പറഞ്ഞു. സച്ചി ഒരു ട്രിപ്പ് വന്നപ്പോൾ മഹേഷിനോട് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോവാണ്. മഹേഷ് അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. സച്ചിയുടെ ദേഷ്യം പെട്ടെന്ന് തന്നെ മാറിക്കോളുമെന്നും എന്നാൽ ശരത്തിനെ ശ്രദ്ധിക്കണമെന്നും മഹേഷ് ഓർമ്മിപ്പിച്ചു. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ ഷോപ്പാണ്. അവിടെ ചില സ്കൂൾ ടീച്ചേഴ്സ് കുറച്ച് നോട്ടീസുമായി വരുന്നു. സ്കൂളിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. ശ്രുതി വല്ലാതെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ആദ്യം അവിടെ നിന്നും മാറ്റണമെന്നാണ് ശ്രുതിയുടെ മനസ്സിലെ ലക്ഷ്യം. ശ്രുതിയും ആദ്യവും ഒക്കെ വരുന്നത് കണ്ടുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് വിശേഷങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾക്കിതുവരെ കുട്ടികളില്ലെന്ന് ശ്രുതി പറയുമ്പോൾ ഇപ്പോഴേ അന്വേഷിച്ച് വെക്കുന്നത് നല്ലതാണെന്ന് ടീച്ചേഴ്സ് പറഞ്ഞു. ശ്രുതി വല്ലാതെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ അവർക്ക് ഉടനെ തന്നെ കുട്ടി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടതായിരിക്കട്ടോ അവരവിടെ നിന്നും പോകുന്നത് കണ്ട് നമുക്കൊരു ജോത്സ്യനെ പോയി കാണാമെന്ന് ശ്രുതി പറയുമ്പോൾ ആദ്യം ജോത്സ്യനെ അല്ല ഡോക്ടറെയാണ് കാണേണ്ടത് എന്ന് ശ്രുതി തിരുത്തിക്കൊണ്ട് പറഞ്ഞു. ഇതേ സമയം സച്ചി ടാക്സി സ്റ്റാൻഡിൽ നിന്നും വണ്ടി എടുത്ത് നേരെ പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ പഴയ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. രേവതിയുടെ നിഷ്കളങ്കമായ മുഖവും അവൾക്ക് ശരത്തിനോടുള്ള അമിതമായ സ്നേഹവും സച്ചിയെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ശരത്ത് വീണ്ടും ആന്റണിയുടെ ഗുണ്ടാ സംഘത്തിൻ്റെ കൂടെ ഒരു തല്ല് കേസിൽ പെടുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് രേവതിക്ക് കോള് വരുമ്പോൾ അവൾ ആകെ തകർന്നുപോയി. സച്ചിയോട് സഹായം ചോദിക്കാൻ അവൾക്ക് മടിയായിരുന്നു. കാരണം കഴിഞ്ഞ രാത്രിയിലെ ബഹളം അവളുടെ ഉള്ളിൽ ഭയമായി നിൽക്കുന്നുണ്ട്. പക്ഷേ സച്ചി ഇതറിഞ്ഞ് രേവതി അറിയാതെ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്താണ്. അവിടെ ചെന്ന് തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശരത്തിനെ പുറത്തിറക്കി. എന്നിട്ടും അവൻ ശരത്തിനെ ഉപദേശിക്കാനോ ഒരു വാക്ക് പറയാനോ പോലും നിന്നില്ല. പകരം ഒരു ദീർഘനിശ്വാസത്തോടെ അവിടെ നിന്ന് തൻ്റെ വണ്ടിയിലേക്ക് നടന്നു. ശരത്ത് ആദ്യമായി സച്ചിയുടെ കണ്ണുകളിൽ തന്നോടുള്ള വെറുപ്പല്ല മറിച്ച് ഒരു തരം നിസ്സംഗതയും വേദനയുമായി കണ്ടത്. അത് ശരത്തിനെ വല്ലാതെ മാറ്റി ചിന്തിപ്പിക്കാൻ തുടങ്ങി. വീട്ടിൽ തിരിച്ചെത്തിയ സച്ചി രേവതിയോട് ഒന്നും തന്നെ മിണ്ടിയില്ല. അവൾ ഭക്ഷണം വിളമ്പി കാത്തു നിൽക്കുന്നുണ്ടെങ്കിലും സച്ചി അതൊന്നും തൊട്ടുപോലും നോക്കിയില്ല. സച്ചിയേട്ടാ, ശരത്തിനെ അവിടെ നിന്നും മാറ്റിയത് നിങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് മാപ്പ് തരില്ലേ എന്ന് രേവതി കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ സച്ചി ശാന്തനായി പറഞ്ഞു. നീ എന്തിനാ രേവതി എന്നോട് മാപ്പ് ചോദിക്കുന്നത്? നിന്റെ അനിയനെ രക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ? ഞാൻ വെറും ഒരു ഡ്രൈവർ മാത്രമല്ലേ? എൻ്റെ വാക്കിനൊക്കെ എന്ത് വില? സച്ചിയുടെ ഈ ഒരു ശാന്തമായ പെരുമാറ്റം ആ വീട്ടിൽ വലിയൊരു മാറ്റത്തിന് തന്നെ തുടക്കമിട്ടു. ചന്ദ്രമതിയുടെ കുത്തിത്തിരിപ്പുകൾ ഇനി അവിടെ ഫലിക്കില്ലെന്ന് എല്ലാവർക്കും ബോധ്യമായ രീതിയിൽ തന്നെ സച്ചി ഒരു മൗനം ആയുധമാക്കിയെടുത്തു. പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ സച്ചിയെ തിരികെ നേടാനുള്ള രേവതിയുടെ ശ്രമങ്ങളായിരുന്നു. ശരത്ത് പശ്ചാത്താപത്തോടെ സച്ചിയുടെ കാല് പിടിക്കുന്നതും ഇതിനിടയിൽ തന്നെ ആദ്യ ചൊല്ലി ശ്രുതി നടത്തുന്ന പുതിയ നീക്കങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഇനി നെക്സ്റ്റ് എപ്പിസോഡിലൊക്കെ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം.